എല്ലാ പരിപാടികൾ ആരംഭിക്കാൻ സമയമായി. എന്തായാലും ശരി, ഇന്നത്തെ നമ്മുടെ മിഡ് വീക്ക് എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക് 7ന്റെ പണിയല്ലേ, സീസൺ 7 ആണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ 7ന്റെ പണിയായി. ബിഗ് ബോസ് കൊടുത്ത ഒരു വലിയ ഒരു പാരയായിരുന്നു. എല്ലാവർക്കും ഒരു ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളതാണ്. കുറേ നേരം ഡ്യൂറേഷൻ എടുത്തു. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് കാണാൻ നമുക്ക് ഒരു കാര്യവും നിർണ്ണയിക്കാൻ കഴിയാത്ത അത്രയും ടൈറ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു എന്താണ് ആ ഒരു ടാസ്ക് എന്ന് പറയാം. ബിഗ് ബോസ് കുറച്ച് ലിസ്റ്റ് ഓഫ് സോങ്സ് കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ല അടിച്ചുപൊളി തല്ലിപ്പൊളി പാട്ടുകളായിരുന്നു. ആ പാട്ടുകൾ വെച്ചിട്ട് ഈ മിഡ് വീക്ക് എവിക്ഷന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുള്ള 6 പേരുടെ ടീം അത് പാട്ട് പാടി കളിക്കണം. പാട്ട് പാടി ഡാൻസ് മാത്രമല്ല എന്ത് പെർഫോമൻസും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. പക്ഷേ ഈ പറഞ്ഞ ലിസ്റ്റിനകത്തുള്ള പാട്ടുകൾ യൂസ് ചെയ്ത് ചെയ്യണം. ഇതായിരുന്നു ടാസ്ക്. ഇപ്പൊ ഈ ടാസ്കിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കും, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം കൊടുക്കും, പെർഫോമൻസിന് വേണ്ടിയിട്ട് 2 മിനിറ്റ് കൊടുത്തു. എല്ലാവരും അതൊക്കെ കറക്റ്റായിട്ട് പാലിച്ചു. പക്ഷേ ആദ്യം തന്നെ ശാരികയുടെ കാര്യം പറയാം. ശാരികയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ശാരികയുടെ ടീം ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ അബിയും അതുപോലെ ബിൻസിയുമായിരുന്നു. അബി പാട്ടിനനുസരിച്ച് ബിൻസി പാട്ട് പാടി കൊടുക്കുന്നുണ്ട്, അബി ഡാൻസ് കളിക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ബിൻസി എന്തിനോ പുള്ളിക്കാരി സെൽഫായിട്ട് ഒരു RJ ബിൻസി ആണെന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് ഷോ ഇറക്കി. അതുകൊണ്ട് തന്നെ ആ ഒരു ടീം അവർക്ക് ഡിസ്ക്വാളിഫൈ ആക്കേണ്ടി വന്നു. അതായത് ബിഗ് ബോസ് ആ ടീമിനെ റദ്ദാക്കി. ശാരികയ്ക്ക് ഈ ഒരു ഇതിലും 0 പോയിന്റ് ആണ്. അപ്പോൾ അത് ബിഗ് ബോസ് പറയുമ്പോൾ തന്നെ ബിൻസി അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, അയ്യോ മിക്കവാറും നമുക്ക് പണി കിട്ടും, ശാരിക നമ്മളെ കുറിച്ച് കുറ്റം പറയും എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ബിന്നി അവിടെ ഇരുന്ന് ബിന്നിയെ കുറ്റം പറഞ്ഞിട്ടാണ് ശാരികയ്ക്ക് ഈ പറയുന്ന ടീം റീഷഫിൾ ചെയ്ത് കിട്ടിയത്. ബിന്നി പറയുന്നുണ്ട്, എത്ര കളിച്ചാലും ശരി അതൊക്കെ ഒരു ഭാഗ്യമാണ്. കാരണം ശാരികയ്ക്ക് തന്നെ ഈ തിരിച്ചടി കിട്ടുമെന്ന് ആരും കണ്ടില്ല. ബിന്നി നന്നായിട്ട് പെർഫോം ചെയ്ത വ്യക്തിയാണ്. എന്നിട്ടും ശാരിക കുറ്റപ്പെടുത്തിയത് ബിന്നിക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാക്കിയിരുന്നു. സാധാരണ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടീമിന്റെ മത്സരം കഴിഞ്ഞതോടെ ശാരികയുടെ ടീമിനാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ശാരിക നന്നായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം എനർജി എടുത്ത് ശാരിക ഫൈറ്റ് ചെയ്തു. കാരണം എന്താണെന്നറിയോ, ശാരികയ്ക്ക് അറിയാം ശാരികയാണ് ആ ഇരുട്ടറയിലേക്ക് പോകേണ്ടി വരാൻ പോകുന്നത് ബിക്കോസ് ഓഫ് ദ ലീസ്റ്റ് മാർക്ക്. അപ്പോഴാണ് ബിഗ് ബോസ് തന്നെ ഇടപെട്ട് ആ ഒരു ടീമിനെ ഡിസ്ക്വാളിഫൈ ചെയ്തത്. അപ്പോൾ ബാക്കി എത്ര പേര്? 5 പേര്. ഇനി ഈ 5 പേരിൽ വലിയ തർക്കങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടത് അക്ബറിന്റെയും അനുമോളിന്റെയും ഡാൻസ് ആണ്. അത് എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടത് അക്ബറും അനുമോളും തന്നെയാണ്. തുടക്കം തന്നെ ഓഫ് കോഴ്സ് നമ്മുടെ അക്ബറിന് നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം. അക്ബർ പാട്ടിൽ കൂടുതൽ ശ്രദ്ധിച്ചു. പക്ഷേ അനുമോൾക്കനുസരിച്ച് സിങ്ക് ചെയ്ത് അത് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് സക്സസ് ആയി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. പിന്നെ അവരാണ് ആദ്യം വന്ന് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേറൊരു റെഫറൻസ് ഉണ്ടായിരുന്നില്ല. അവർ നന്നായിട്ട് പെർഫോം ചെയ്തു. ഇനി അവരുടെ ആ ഒരു ഡാൻസിന്റെയും പാട്ടിന്റെയും ഇടയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീർന്നപ്പോൾ അവരൊരു ചെറിയ സ്കിറ്റ് കൂടി അവതരിപ്പിക്കുന്നുണ്ട്. അത് അവരെ വെച്ച് തന്നെയാണ് ആ സ്കിറ്റ് കൊടുത്തത്. വേറെ ആരെയും കളിയാക്കിയില്ല. എങ്ങനെയാന്ന് വെച്ചാൽ അക്ബർ അനുമോളെ നോക്കിക്കൂടെ എന്നുള്ള രീതിയിൽ അനുമോള് ചോദിക്കുമ്പോൾ അനുമോള് അന്ന് പറഞ്ഞ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ നോക്കണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ നീ പറഞ്ഞു എന്റെ നോട്ടം ശരിയല്ല എന്ന്. അപ്പോൾ ഈ ഡയലോഗ് ആ ഡാൻസിനകത്തോട് കൊണ്ടുവന്നപ്പോഴത്തേക്കും ആ പെർഫോമൻസ് ഒരു അടിപൊളി പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അതിനുശേഷം ഈ 2ും 3ും 4ും 5ും നിർണ്ണയിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും പറയുന്നത് ബിന്നി അപ്പാനി അടിപൊളിയായിരുന്നു. ഓഫ് കോഴ്സ് അവർ നന്നായിട്ട് തന്നെ ഒരു ഡാൻസ് നല്ല സ്റ്റെപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഡാൻസ് കളിച്ചു. ഇടയ്ക്കൊരു സ്കിറ്റ് കൊണ്ടുവന്നു. വീണ്ടും ആ ഡാൻസ് പെർഫോമൻസ് 2 മിനിറ്റ് വരെ നീട്ടി അവർ നന്നായിട്ട് കളിച്ചു. പക്ഷെ അവരുടെ ഡാൻസിനൊരു എനർജി ഇല്ലായിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ ഡാൻസിനൊപ്പം ആ പാട്ട് അവർ പാടിക്കളിച്ചത് കൊണ്ട് തന്നെ കിതച്ചാണ് പാടിയത്. അതുകൊണ്ട് ഓവറോൾ അതൊരു അടിപൊളിയായിരുന്നോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അത്ര അങ്ങോട്ട് എന്റർടൈൻമെന്റ് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ അവർ നന്നായിട്ട് പെർഫോം ചെയ്തു. അവർ മാക്സിമം കൊടുത്തു. അത് ഓക്കെയാണ്, അത് ഉറപ്പാണ്. പക്ഷേ ഇവിടെ 2ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് നമ്മുടെ നെവിനും ഷാനവാസിനുമാണ്. അതിന് കാരണം ഇവർ 2 പേരും കുറച്ചുകൂടെ ഫണി ആയിരുന്നു. ഓഫ് കോഴ്സ് നെവിൻ അടിപൊളിയായിട്ട് തന്നെ അത് ചെയ്തു. ഷാനവാസ് ഒട്ടും തരക്കേടില്ലാതെ നെവിനൊപ്പം തന്നെ ഷാനവാസും ട്രൈ ചെയ്തു, നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ അവരും ഒരു സ്കിറ്റ് ചെയ്തു. വേറൊന്നും ആയിരുന്നില്ല, രേണുവിനെയും അക്ബറിനെയും തമ്മിൽ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു സ്കിറ്റ് ഈ പറയുന്ന പാട്ടിന്റെയും ഡാൻസിന്റെയും ലാസ്റ്റ് അവരും കാണിച്ചു. അതും ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ഇപ്പൊ 2nd കിട്ടിയിരിക്കുന്നത് അവർക്കാണ്. ഈ പറയുന്ന 6 പേരുടെ വോട്ടിംഗ് അടിസ്ഥാനത്തിലായിരുന്നു ഈ 1ും 2ും 3ും ഒക്കെ കണ്ടുപിടിച്ചത്. അതായിരുന്നു ഏറ്റവും വലിയ വഴക്ക്. ഈ പറയുന്ന 6 പേരെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാലോ, അനീഷുണ്ട്. പിന്നെ ശാരികയും അനീഷും ഉടനെ ഇരുട്ടറയിലേക്ക് പോകും എന്നുള്ള വക്കിൽ നിൽക്കുകയാണ്. പിന്നെ റെന ഫാത്തിമ ഒരു തൊല്ലയില്ല, എന്തോരു ശബ്ദമാണ് അതിൻ്റെ. ആ കുട്ടിയാണെങ്കിൽ കിടന്ന് ചുമ്മാ ബഹളം വെക്കുകയാണ്.
എനിക്ക് ഫസ്റ്റ് വേണം, സെക്കൻഡ് വേണം, ഫസ്റ്റ് വേണം, സെക്കൻഡ് വേണം. അത് ഭയങ്കര തലവേദന തോന്നും. പിന്നെ ഒനീലിന് സ്വയമേ തന്നെ ഒനീലിൻ്റെ ടീമിൻ്റെ പെർഫോമൻസ് ഒനീലിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഞാൻ എടുത്തു പറയാം. നമ്മുടെ ജിസേലും ആര്യനുമായിരുന്നു ഒനീലിൻ്റെ ടീം. ഇവർ രണ്ടുപേരും കളിച്ചത് ഒരു ഭയങ്കര റൊമാൻറ്റിക് പെർഫോമൻസ് ആണ്. ഓഫ് കോഴ്സ് അതൊരു എൻ്റർടൈൻമെൻ്റ് ഒന്നും അല്ല, അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ഒന്നാമത്തെ കാര്യം, ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ടീംമേറ്റ്സ് അല്ലെങ്കിൽ റൂംമേറ്റ്സ് അല്ലെങ്കിൽ ഹൗസ് മേറ്റ്സ് ആണ് ഇവർ രണ്ടുപേരും പോയി കെട്ടിപ്പിടിക്കുന്നതും ഇവർ രണ്ടുപേരും പോയി പ്രപ്പോസ് ചെയ്യുന്നതും പിന്നെ ആ കോട്ട് എടുത്ത് ഇങ്ങനെ കമത്തി ഇട്ടിട്ട് രണ്ടുപേരും കിസ് ചെയ്യുന്നതും ആ വീട്ടിനകത്തുള്ള ആർക്കും എന്തായാലും ഇഷ്ടപ്പെടത്തില്ല. പിന്നെ പുറത്തുള്ളതാണെങ്കിലും മലയാളി ഓഡിയൻസിന് അതൊരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറായിട്ട് ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അത് എനിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെടാത്തത് ആ ഒരു റൊമാൻസ് കൊണ്ടല്ല, നമുക്കൊരു ഫൺ ഫീൽ അല്ലെങ്കിൽ ഒരു ടാസ്ക് ആണ്. ആ ഒരു ഫീലിനനുസരിച്ച് ഒരു എൻഗേജിങ് ആക്കാൻ അവരുടെ ആ ഒരു പെർഫോമൻസിന് സാധിച്ചില്ല. പിന്നെ പാട്ട് ആര്യനായിരുന്നു പാടിയത്, ആ പാട്ടും അത്ര അങ്ങോട്ട് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ അവർക്ക് 3rd പ്ലേസ് കിട്ടി, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് അക്ബർ ആൻഡ് അനുമോള്, സെക്കൻഡ് നെവിൻ ഷാനവാസ്, ഇറ്റ്സ് ഓക്കെ, അവർക്ക് കിട്ടിക്കോട്ടെ. പക്ഷെ 3ാം സ്ഥാനം ഒന്നുകിൽ ബിന്നിക്കും അപ്പാനിക്കും കൊടുക്കാമായിരുന്നു. പിന്നെ 4ാം സ്ഥാനം എന്താണേലും ഈ പറയുന്നത് എന്നാലും എനിക്ക് എടുക്കാൻ വയ്യ. ഒനീലിൻ്റെ ആര്യൻ ആൻഡ് ജിസേൽ എനിക്ക് എന്നാലും എടുക്കാൻ വയ്യ. അനീഷിന് വേണ്ടി കളിച്ച നൂറയും ഷൈത്തയും അതെടുത്തു പറയണമല്ലോ, അവർക്കാണ് ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അത് അനീഷിൻ്റെ ടീം ആയതുകൊണ്ട് മാത്രം കച്ച കെട്ടി എല്ലാവരും എതിർത്തു എന്ന് എനിക്ക് തോന്നി. ഫസ്റ്റ് കിട്ടാനുള്ള യോഗ്യത ആ ടീമിന് ഇല്ലായിരുന്നു. പക്ഷേ അനീഷിൻ്റെ ഈ ടീമിന്, അതായത് നൂറയും ശൈത്യം നന്നായിട്ട് എഫേർട്ട് എടുത്തു. ശൈത്യയാണ് ആ പെർഫോമൻസിൻ്റെ ഫുള്ള് കൊണ്ടുപോയത്. പക്ഷെ അവർക്കാണ് ഏറ്റവും ലീസ്റ്റ് വന്നിരിക്കുന്നത്, ഏറ്റവും ലാസ്റ്റായി പോയത് അവരാണ്. ഇതിൻ്റെ ഇടയിൽ അപ്പാനി ശരത്തിൻ്റെയും ബിന്നിയുടെയും പെർഫോമൻസ് ആണ് ഏറ്റവും ലീസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വോട്ടിങ് വന്നപ്പോഴത്തേക്കും അപ്പാനി ശരത്ത് കരഞ്ഞു. അങ്ങനെ ഒരു പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ബിന്നി അപ്പാനീനെ ആശ്വസിപ്പിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അതായത് ചേട്ടാ ഞാനൊക്കെ അന്നേരം എത്രമാത്രം കരയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ബിന്നി അപ്പാനിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ അപ്പാനിയെ കുറിച്ച് ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു, അപ്പാനി ശരിക്കും ഒരു പാവമാണ്, ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിയൊന്നും ഉപയോഗിക്കാതെ ചുമ്മാ കിടന്ന് ബഹളം വെക്കുന്നു. പിന്നെ അത്രയും വിഷമം എന്നുവെച്ചാൽ പുള്ളിക്കാരൻ ഭയങ്കര കലാകാരൻ എന്ന് പറഞ്ഞ് ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന അനീഷ് കലാകാരന്മാർക്കെതിരെ സംസാരിച്ചു എന്നുള്ള രീതിയിൽ വന്നപ്പോഴത്തേക്കും അപ്പാനി ശരത്ത് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. പുള്ളിക്കാരനാണെങ്കിൽ സിനിമാ നടനാകണം, ഒരുമാതിരിപ്പെട്ട എല്ലാ കലാകാരന്മാരും ഭയങ്കര നിഷ്കളങ്കരാണ്. അതിനകത്ത് എന്തോ കുഴപ്പമാണ് ഈ അപ്പാനിക്ക് പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇത് അപ്പാനി നന്നായിട്ട് പെർഫോം ചെയ്തതാണ്. പക്ഷെ എന്ത് ചെയ്യാം, അത് ഇങ്ങനെ ആയി പോയി. പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പറയുന്ന 6 പേരെ ബിഗ് ബോസ് വേദിയിലേക്ക് നിർത്തുന്നുണ്ട്. അപ്പോൾ ശാരികയുടെ സംസാരം അക്കാര്യത്തിലേക്ക് എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ശാരികയുടെ ഒരു പേടി കൊണ്ടിട്ടായിരിക്കാം മേ ബി അങ്ങനെ സംഭവിച്ചത്, വേറൊന്നും കൊണ്ടല്ല. ശാരികയാണല്ലോ, എന്തായാലും ഇരുട്ടറെ പോകാൻ ശാരിക ഉറപ്പിച്ചു, ശാരികയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ശാരിക പറയുന്നത്, അവിടെ ഇരുന്ന് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ശാരിക ഇരുന്ന് കണക്ക് കൂട്ടുകയാണ്, ഞാനും മനീഷുമാണ് പോകുന്നത്, അടിപൊളി, ഞങ്ങൾ കപ്പിളായിട്ട് തിരിച്ചു വരും എന്നൊക്കെയുള്ള കുറച്ച് ലൂസ് ടോക്സ് ഒറ്റയ്ക്കൊക്കെ അവിടെ നിന്ന് അങ്ങ് വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഏതായാലും ശാരികയുടെ ഒരു പേടി മുഖത്ത് കാണാനുണ്ടായിരുന്നു. ശാരികയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ശാരിക ഇങ്ങനെ സംഭവിക്കുമെന്ന്. ഏതായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതായിരുന്നു ആ ടാസ്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയത് ആരുടെ ഡാൻസ് ആണ്, ആരുടെ പെർഫോമൻസ് ആണെന്നുള്ളത് കമന്റിൽ പറയുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.